ഗുഡ് മോർണിംഗ് ഓൾ, വെൽക്കം ടു ദി ന്യൂ സെഷൻ ഓഫ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇമ്പോർട്ടൻറ്റ് ഡിസ്ക്ലോസർ ബേസ്ഡ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡാണ്. അതിൽ സെഗ്മെൻറ്റ് റിപ്പോർട്ടിങ്, അതുപോലെ തന്നെ ഇവൻ്റ് ആഫ്റ്റർ റിപ്പോർട്ടിംഗ് പീരീഡ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 24, അതുപോലെ തന്നെ IAS 24, ഡിസ്ക്ലോസർ ഓഫ് റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ്. റിലേറ്റഡ് പാർട്ടി ഡിസ്ക്ലോസറാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇതിൽ. ഓക്കെ, അപ്പോൾ കാര്യമായിട്ട് ഈ ഒരു സ്റ്റാൻഡേർഡിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ആരാണ് റിലേറ്റഡ് പാർട്ടി എന്നുള്ളതും എന്തെല്ലാമാണ് റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷനിൽ ഡിസ്ക്ലോസ് ചെയ്യേണ്ടത് എന്നുള്ളതുമാണ് ഈ ഒരു സ്റ്റാൻഡേർഡിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റാൻഡേർഡ്സിൻ്റെ ആവശ്യകത എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു കമ്പനി അതിൻ്റെ റിലേറ്റഡ് പാർട്ടിയായിട്ട് ട്രാൻസാക്ഷൻസ് നടത്തും, അല്ലെ, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുമായിട്ടുള്ള ട്രാൻസാക്ഷൻസ് നടത്തും. അപ്പോൾ സാധാരണ അത്തരത്തിലുള്ള ട്രാൻസാക്ഷൻസ് കമ്പനീൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ എഫക്റ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ എസ്പെഷ്യലി നമ്മൾ റിലേറ്റഡ് ആയിട്ടുള്ള പാർട്ടിയായിട്ട് ട്രാൻസാക്ഷൻ നടത്തുമ്പം അല്ലേ പ്രൈസൊക്കെ കുറച്ച് കൊടുക്കും. അതുപോലെ തന്നെ അൺറിലേറ്റഡ് ആയിട്ട് പാർട്ടിയായിട്ട് ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ ചിലപ്പം എന്താണ് അല്ലേ അതേ വിലക്കാവില്ല കൊടുക്കൽ, കുറച്ച് കൂടുതൽ വിലക്കായിരിക്കുമൊക്കെ സെയിൽ ചെയ്യുക. ഇനി നേരെ ഓപ്പോസിറ്റ് ആയിട്ടും ഉണ്ടാവാറുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു എക്സാമ്പിൾ ഇവിടെ പറയാം. കമ്പനി എ, കമ്പനി ബി ഉണ്ട്. കമ്പനി എ ഒരു പാരൻറ്റ് കമ്പനിയാണ്, കമ്പനി ബി ഈ ഒരു എൻ്റെ സബ്സിഡിയറി കമ്പനിയാണ്. ഓക്കെ, ദെൻ ഇത് തമ്മിൽ എന്താണ്, കാരണം കമ്പനി ബീൻ്റെ കൺട്രോൾ ആർക്കാണുള്ളത്, എക്കുണ്ട്. സോ അത് എന്താണ്, അതുകൊണ്ട് അത് റിലേറ്റഡ് പാർട്ടിയാണ്. ഓക്കെ, റിലേറ്റഡ് പാർട്ടിയാണ്. ഇപ്പോൾ പറയാണ് ബി ഒരു പ്രൊഡക്റ്റ്, ഒരു 100 രൂപ കോസ്റ്റ് വരുന്ന ഒരു പ്രൊഡക്റ്റ് കമ്പനി എന്ത് ചെയ്യാണ്, എക്ക് കൊടുക്കുകയാണ്. ഓക്കെ, അവരെ പാരൻറ്റ് കമ്പനിക്ക് കൊടുക്കുകയാണ്. അത് കൊടുക്കുന്നത് 100 രൂപയ്ക്ക് തന്നെയാണ്, ലാഭമൊന്നും കൊടുക്കുന്നില്ല, കാരണം റിലേറ്റഡ് പാർട്ടിയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ പാരൻറ്റ് കമ്പനി എന്ന റിലേഷൻഷിപ്പിൻ്റെ ബേസിലാണ് എന്ത് ചെയ്യണത്, 100 രൂപയുള്ള സാധനം സെയിം കോസ്റ്റിന് തന്നെ അല്ലെ സെയിം പ്രൈസിന് തന്നെ ആർക്ക് കൊടുക്കുന്നത്, കമ്പനി എക്ക് കൊടുക്കുന്നത്. ഇനി കമ്പനി എൻ്റെ കേസിൽ കമ്പനി ഒരു പ്രൊഡക്റ്റ് 100 രൂപ വിലയുള്ളൊരു പ്രൊഡക്റ്റ് എന്താണ് ഒരു 500 രൂപക്കാണ് എന്ത് ചെയ്യണത്, ബിക്ക് കൊടുക്കുന്നത്, സബ്സിഡിയറിക്ക് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അല്ലേ എൻ്റെ പ്രോഫിറ്റ് കൂട്ടി കാണിക്കാൻ വേണ്ടിയിട്ട് ബി പറഞ്ഞ കമ്പനിക്ക് ഹൈ പ്രൈസിലാണ് എന്ത് ചെയ്യണത്, ഗുഡ്സ് സെയിൽ ചെയ്യുന്നത്. ഇങ്ങനത്തെ ട്രാൻസാക്ഷൻസ് കാരണമായിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വലിയൊരു എഫക്റ്റ് ഉണ്ടാകും. അതുകൊണ്ടാണ് റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് ഡിസ്ക്ലോസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം അത്തരത്തിലുള്ള റിലേറ്റഡ് പാർട്ടിയായിട്ട് ട്രാൻസാക്ഷൻ നടത്തുകയാണ് എന്നുണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ടും ഡിസ്ക്ലോസ് ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 24 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ഈ ഒരു സ്റ്റാൻഡേർഡിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താ എന്നുള്ളത് നമുക്ക് നോക്കാം. എന്താണ് ഈ ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൻ്റെ ഒബ്ജക്റ്റീവ്സ്? കാര്യമായിട്ട് ഇത്രയേ ഉള്ളൂ. റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് നടത്തിയത് കൊണ്ട് ചിലപ്പോൾ എൻറ്റിറ്റിയുടെ ഫൈനാൻഷ്യൽ പൊസിഷനിലോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോ ഒക്കെ എഫക്റ്റ് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ എഫക്റ്റ്. സോ ആ എഫക്റ്റിൻ്റെ അറ്റൻഷൻസ് ഡ്രോ ഔട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു സ്റ്റാൻഡേർഡ്. എത്രത്തോളം എഫക്റ്റ് വന്നിട്ടുണ്ട്, ഓക്കെ, ആ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണെന്ത് ഈ ഒരു സ്റ്റാൻഡേർഡ് ഉള്ളത്. റിലേറ്റഡ് പാർട്ടിയായിട്ട് ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ പൊസിഷനിലൊക്കെ എഫക്റ്റ് വരും. ആ ഒരു എഫക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്തുള്ളത്, ഈ ഒരു സ്റ്റാൻഡേർഡ് ഉള്ളത്. അതാണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ്. ദെൻ അതിൻ്റെ സ്കോപ്പ് നോക്കാം. ഫസ്റ്റ് വൺ, ഐഡൻറ്റിഫൈങ് റിലേറ്റഡ് പാർട്ടി ഇൻ റിലേഷൻഷിപ്പ് ആൻഡ് ട്രാൻസാക്ഷൻസ്. ഇത് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് റിലേറ്റഡ് പാർട്ടി റിലേഷൻഷിപ്പ് ഐഡൻറ്റിഫൈ ചെയ്യുക, അതുപോലെ തന്നെ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ദെൻ സെക്കൻഡ്, ഐഡൻറ്റിഫൈങ് ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസസ് ബിറ്റ്വീൻ എൻ എൻറ്റിറ്റി ആൻഡ് ഇറ്റ്സ് റിലേറ്റഡ് പാർട്ടീസ്. ഒരു എൻറ്റിറ്റിയും അതിൻ്റെ റിലേറ്റഡ് പാർട്ടിയും തമ്മിലുള്ള ട്രാൻസാക്ഷൻസ് നടത്തുമ്പോൾ ഉണ്ടാകുന്ന ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ് ഐഡൻറ്റിഫൈ ചെയ്യുക. അതാണ് സെക്കൻഡ് സ്കോപ്പ്. ദെൻ തേർഡ് സ്കോപ്പ് എന്താണ്, ഐഡൻറ്റിഫൈങ് ദി സർക്കംസ്റ്റാൻസസ് ഇൻ വിച്ച് ദ ഡിസ്ക്ലോസർ ഈസ് റിക്വയർഡ് ഇൻ ദി ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. എന്താ, റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് നടത്തിയതിനാൽ, ഓക്കെ, റിലേറ്റഡ് പാർട്ടിയായിട്ട് ട്രാൻസാക്ഷൻ നടത്തിയത് കൊണ്ട് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഡിസ്ക്ലോസ് ചെയ്യുന്നതിൻ്റെ സർക്കംസ്റ്റാൻസസ് ഐഡൻറ്റിഫൈ ചെയ്യുക. ആൻഡ് ഫൈനലി ഡിറ്റർമിനിങ് ദ ഡിസ്ക്ലോസർ ടു ബി മെയ്ഡ്. എന്തെല്ലാമാണ് റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ ഡിസ്ക്ലോസ് ചെയ്യേണ്ടത്
എന്നുള്ളത് കാണിക്കുക. ഈ കാര്യങ്ങളാണ് ഈ ഒരു സ്റ്റാൻഡേർഡിൻ്റെ സ്കോപ്പായിട്ട് നമ്മൾ പറയുന്നത്. ഇനി കാര്യമായിട്ട് കുറച്ച് ഡെഫിനിഷൻസാണ് നമുക്ക് നോക്കാനുള്ളത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഡെഫിനിഷൻസ്. ആരാണ് റിലേറ്റഡ് പാർട്ടി? അതാണ് റിലേറ്റഡ് പാർട്ടി. ആരാണ് റിലേറ്റഡ് പാർട്ടി? റിലേറ്റഡ് പാർട്ടി ഈസ് എ പേഴ്സൺ ഓർ എൻറ്റിറ്റി ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ദി എൻറ്റിറ്റി. എന്താണ് അത്? ഒരു പേഴ്സണോ, ഒരു പേഴ്സൺ ആവാം, അല്ലെങ്കിൽ ഒരു എൻറ്റിറ്റി ആവാം. ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ദി എൻറ്റിറ്റി. അത് എൻറ്റിറ്റി ആയിട്ട് എന്താണ്? റിലേറ്റഡ് ആണ്. പ്രിപ്പയറിംഗ് ദ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ആ എൻറ്റിറ്റിയുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്താണ്? അത് റിലേറ്റഡ് ആണ്. അതാണ് ഈ ഒരു റിലേറ്റഡ് പാർട്ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഇങ്ങനെ പറയാം, ഒരു പേഴ്സണോ ഒരു എൻറ്റിറ്റി ആവാം, അത് അത് റിപ്പോർട്ടിംഗ് എൻറ്റിറ്റിയുമായിട്ട് ബന്ധമുള്ള എന്തെങ്കിലും ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു എൻറ്റിറ്റിയോ ആവാം. നമ്മളെ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ ആ റിപ്പോർട്ടിംഗ് എൻറ്റിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, നമ്മളെ കമ്പനിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു കമ്പനിയെ ആണ് എന്ത് പറയണത്? റിലേറ്റഡ് പാർട്ടി എന്ന് പറയണത്. ദെൻ ദ റിലേറ്റഡ് പാർട്ടി ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി. എന്താണ് റിലേറ്റഡ് പാർട്ടി? ഡയറക്റ്റ് ആവാം അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആവാം. അത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൻ്റെ 3 കണ്ടീഷൻസാണ് പറയുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻസ് ഫുൾഫില്ല് ചെയ്താൽ എന്താവും? റിലേറ്റഡ് പാർട്ടി ആവും. ഫസ്റ്റ് വൺ, കൺട്രോൾ ഈസ് കൺട്രോൾഡ് ബൈ ഓർ അണ്ടർ കോമൺ കൺട്രോൾ വിത്ത് ദ എൻറ്റിറ്റി. ദിസ് ഇൻക്ലൂഡ് പാരൻറ്റ്, സബ്സിഡിയറി ആൻഡ് ഫെലോ സബ്സിഡിയറി. എന്താണ്? ഒരു കമ്പനിക്ക് മറ്റൊരു കമ്പനിയായിട്ട് കൺട്രോൾ ഉണ്ടെങ്കിൽ, ഇപ്പോൾ എ കമ്പനിയാണ്, എ കമ്പനി പറഞ്ഞാൽ എന്താണ്? ഒരു പാരൻറ്റ് കമ്പനിയാണ്, അതിൻ്റെ സബ്സിഡിയറി കമ്പനിയാണ് ബി എന്നുണ്ടെങ്കിൽ എന്താണ്? എ അല്ലേ? ബിൻ്റെ കൺട്രോൾ ആർക്കാണ്? എക്കുള്ളത്. അതുകൊണ്ട് എന്താണ്? അത് റിലേറ്റഡ് പാർട്ടിയാണ്. അതുപോലെ തന്നെ കോമൺ കൺട്രോൾ അത്തരത്തിലുള്ള പാരൻറ്റ് കമ്പനിയാണ്, അല്ലെങ്കിൽ സബ്സിഡിയറി കമ്പനിയാണ്, അല്ലെങ്കിൽ ഫെലോ സബ്സിഡിയറി ആണ്. ഇപ്പോൾ എയും ബിയും ഉണ്ട്. ഇനി ബിക്ക് 1-2 സബ്സിഡിയറി ഉണ്ട് കൂട്ടിക്കോ. സിയും ഡിയും ബീൻ്റെ സബ്സിഡിയറി ആണെന്നുണ്ടെങ്കിൽ എന്താണ്? ഇതൊക്കെ എന്താണ്? അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ റിലേറ്റഡ് പാർട്ടി ആണ്. ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതാണ് ഫസ്റ്റ് പറഞ്ഞത്. രണ്ടാമത്തത്, ഹാസ് ആൻ ഇൻട്രസ്റ്റ് ഇൻ ദി എൻറ്റിറ്റി ദാറ്റ് ഗിവ് ഇറ്റ് സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ് ഓവർ ദി എൻറ്റിറ്റി. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്? സിഗ്നിഫിക്കൻ്റ് ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ, സിഗ്നിഫിക്കൻസ് ഇൻഫ്ലുവൻസ് പറഞ്ഞാൽ ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു കമ്പനിക്ക് എന്താണ്? മറ്റുള്ള കമ്പനിയിൽ മോർ ദാൻ 20% വോട്ടിംഗ് പവർ ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ സിഗ്നിഫിക്കൻ്റ് ഇൻഫ്ലുവൻസ് എന്ന് പറയാം. ഇപ്പം എക്ക് ബി എന്നുള്ള കമ്പനിയിൽ 20% കൂടുതൽ ഷെയർ ഉണ്ടെങ്കിൽ, വോട്ടിംഗ് പവർ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്? എയും ബിയും എന്താണ്? റിലേറ്റഡ് പാർട്ടി ആണ്. ദെൻ ഇനി അടുത്തത് പറയാനുള്ളത്, ഹാസ് ജോയിൻറ്റ് കൺട്രോൾ ഓവർ ദി എൻറ്റിറ്റി. എന്താണ്? ആ ഒരു എ എന്ന കമ്പനിക്ക് ബി കമ്പനിയായിട്ടൊരു ജോയിൻറ്റ് കൺട്രോൾ ഉണ്ടെങ്കിൽ എന്താണത്? റിലേറ്റഡ് പാർട്ടിയാണ്. എ കമ്പനി ബി ആയിട്ട് ജോയിൻറ്റ് കൺട്രോൾ ആണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ ഒരു ജോയിൻറ്റ് വെഞ്ചറാണ് ആര്? ജോയിൻറ്റ് വെഞ്ചറാണ് ആര്? ബി എന്നുണ്ടെങ്കിൽ എയും ബിയും എന്താണ്? റിലേറ്റഡ് പാർട്ടിയാണ്. ഇനി ദ റിലേറ്റഡ് പാർട്ടി ഈസ് കുറച്ച് കണ്ടീഷൻസ് കൂടെ പറയുന്നുണ്ട്. ആൻ അസോസിയേറ്റ് ഓർ ജോയിൻറ്റ് വെഞ്ചർ ഓഫ് ദി എൻറ്റിറ്റി. ഇപ്പോൾ എ എന്നുള്ള കമ്പനീൻ്റെ അസോസിയേറ്റ് കമ്പനിയാണ് ബി എന്നുണ്ടെങ്കിൽ, അസോസിയേറ്റ് മീൻസ് നമ്മൾ നേരത്തെ പറഞ്ഞാൽ അത് തന്നെയാണ് എന്ത്? സിഗ്നിഫിക്കൻ്റ് ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ, മോർ ദാൻ 20% വോട്ടിംഗ് പവർ ഉണ്ടെങ്കിൽ എന്നാലെന്താണ്? റിലേറ്റഡ് പാർട്ടിയാണ്. അതുപോലെ തന്നെ ജോയിൻറ്റ് വെഞ്ചർ ആണെങ്കിലും എന്താണ്? റിലേറ്റഡ് പാർട്ടിയാണ്. ദെൻ രണ്ടാമത്തത്, മെമ്പർ ഓഫ് കീ മാനേജ്മെൻറ്റ് ഓഫ് ദി എൻറ്റിറ്റി ഓർ ഇറ്റ്സ് പാരൻസ്. ഇപ്പോൾ പറയാണ് മിസ്റ്റർ എ എന്നുള്ളത് ബി എന്നുള്ള കമ്പനീൻ്റെ ഒരു കീ മാനേജ്മെൻറ്റ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ പെട്ട ഒരാളാണെങ്കിൽ ഈ ബിയും മിസ്റ്റർ എയും എന്താണ്? റിലേറ്റഡ് പാർട്ടിയാണ്. ഇനി മിസ്റ്റർ എൻ്റെ പാരൻ്റ് ഉണ്ടെങ്കിൽ, പാരൻ്റ് അല്ലെങ്കിൽ ക്ലോസ്ഡ് ഫാമിലിയായിട്ട് ക്ലോസ്ഡ് ആയിട്ടുള്ള ആളുണ്ടെങ്കിൽ എന്താണ്? മെമ്പർ ഉണ്ടെങ്കിൽ ബിയും അവരും തമ്മിൽ എന്താണ്? റിലേറ്റഡ് പാർട്ടി ആണ്. അതാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. എ മെമ്പർ ഓഫ് കീ മാനേജ്മെൻറ്റ് ഓഫ് ദി എൻറ്റിറ്റി ഓർ ഇറ്റ്സ് പാരൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ദെൻ എ ക്ലോസ് ഫാമിലി മെമ്പർ ഓഫ് ആൻ ഇൻഡിവിജ്വൽ റിലേറ്റഡ് ടു ദി എൻറ്റിറ്റി. ആ ഒരു എൻറ്റിറ്റി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്ലോസ് ഫാമിലി, ആ എൻറ്റിറ്റി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വ്യക്തിയുടെ ക്ലോസ് ഫാമിലി മെമ്പറും എന്താണ്? അതുമായിട്ട് റിലേറ്റഡ് പാർട്ടിയാണ്. ഇപ്പോൾ ബി ഉണ്ട്. ഇപ്പോൾ ബീൻ്റെ ഒരു
ഇതാരാണ്? ബീൻ്റെ ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഇയാളാണ്, എ ആണ്. ഓക്കെ, പറഞ്ഞാൽ കീ മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ ഇയാളെ ക്ലോസ് നമ്പർ ഉണ്ടെങ്കിൽ എന്താണ്? ഈ ഒരു ക്ലോസ് നമ്പറും ബിയും എന്താണ്? റിലേറ്റഡ് പാർട്ടി ആണ്. അടുത്തത്, ആൻ എൻറ്റിറ്റി ഈസ് കൺട്രോൾഡ്, ജോയിൻലി കൺട്രോൾഡ് ഓർ സിഗ്നിഫിക്കൻ്റ്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ മെമ്പർ ഓഫ് കീ മാനേജ്മെൻറ്റ് ഓർ ക്ലാസ് ഫാമിലി മെമ്പേഴ്സ് ഓർ റിലേറ്റഡ് പാർട്ടി. എന്താണ്? ഇപ്പോൾ ഒരാൾ ദാറ്റ് ഈസ് കൺട്രോൾഡ് അല്ലേ, ഒരു എൻറ്റിറ്റി കൺട്രോൾ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ജോയിൻലി കൺട്രോൾ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എന്താണ്? സിഗ്നിഫിക്കൻ്റ്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ എ മെമ്പർ ഓഫ് കീ മാനേജ്മെൻറ്റ്. ആ കമ്പനിയിലെ കീ മാനേജ്മെൻറ്റ് പെട്ട ഒരാളുമായിട്ട് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ്? അവരും എന്താണ്? റിലേറ്റഡ് പാർട്ടിയാണ്. ഒരു ക്ലോസ് ഫാമിലി മെമ്പർ ഓഫ് റിലേറ്റഡ് പാർട്ടി, അല്ലെങ്കിൽ ആ ഒരു റിലേറ്റഡ് പാർട്ടിയുടെ, ഇപ്പോൾ നമ്മൾ പറഞ്ഞ ആ ഒരു ജോയിൻറ്റ് വെഞ്ചറാണ്, അല്ലെങ്കിൽ കൺട്രോൾഡ് ആണ്, അല്ലെങ്കിൽ ആ ഒരു കീ മാനേജ്മെൻറ്റ് മെമ്പറുമായിട്ട് ബന്ധപ്പെട്ട ആളുണ്ടെങ്കിൽ അവരുടെ ക്ലോസ് ഫാമിലി മെമ്പറും എന്താണ്? റിലേറ്റഡ് പാർട്ടിയാണ്. ദെൻ അടുത്തത്, എ പോസ്റ്റ് എംപ്ലോയ്മെൻറ്റ് ബെനഫിറ്റ് പ്ലാൻ ഫോർ ദി ബെനഫിറ്റ് ഓഫ് ദി എൻറ്റിറ്റീസ് എംപ്ലോയീസ് ഓർ ഓഫ് എനി എൻറ്റിറ്റി ദാറ്റ് ഈസ് റിലേറ്റഡ് പാർട്ടി ഓഫ് ദി എൻറ്റിറ്റി. എന്താണ് ഈ പോയിൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ ഒരു എക്സാമ്പിൾ, എ ലിമിറ്റഡ് ഒരു പോസ്റ്റ് എംപ്ലോയ്മെൻറ്റ് ബെനഫിറ്റ് പ്ലാന് ഒരു ട്രസ്റ്റ് ഉണ്ടെങ്കിൽ, എ ലിമിറ്റഡിന് ഒരു പോസ്റ്റ് എംപ്ലോയ്മെൻറ്റ് ബെനഫിറ്റ് പ്ലാൻ ട്രസ്റ്റ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ ബി ലിമിറ്റഡ് ഇപ്പോൾ എൻ്റെ സബ്സിഡിയറി ആണ് എന്നുണ്ടെങ്കിൽ അത് ബി ആയിട്ട് എന്താണ്? റിലേറ്റഡ് പാർട്ടിയാണ്. ഇനി ബിക്ക് അത്തരത്തിലുള്ള ഒരു പോസ്റ്റ് എംപ്ലോയ്മെൻറ്റ് ബെനഫിറ്റ് പ്ലാൻ പറഞ്ഞിട്ടുള്ള ഒരു ട്രസ്റ്റ് ഉണ്ടെങ്കിൽ എനെ സംബന്ധിച്ച് ബീൻ്റെ ആ ഒരു ട്രസ്റ്റ് എന്താണ്? ഇതിന് റിലേറ്റഡ് പാർട്ടി ആണ്. ഓക്കെ, ഇത്ര കാര്യങ്ങളാണ് നമുക്ക് റിലേറ്റഡ് പാർട്ടിയിൽ പറയുന്ന കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റുകൾ അല്ലെങ്കിൽ കണ്ടീഷൻസ്. ഓക്കെ, നെക്സ്റ്റ്, കീ മാനേജ്മെൻറ്റ് പേഴ്സൺ. ആരാണ് കീ മാനേജ്മെൻറ്റ് പേഴ്സൺ എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ദീസ് പേഴ്സൺ ഹാവിങ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. എന്താണ്? ആ ഒരു പേഴ്സണാണ്, അവർക്ക് എന്തുണ്ട്? അതോറിറ്റി ഉണ്ട്, അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. എന്തിനൊക്കെ? പ്ലാനിങ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ് ദി ആക്ടിവിറ്റീസ് ഓഫ് ദി എൻറ്റിറ്റി. ഒരു എൻറ്റിറ്റീസിൻ്റെ ആക്ടിവിറ്റീസിൽ അല്ലേ, അത് ആക്ടിവിറ്റീസ് കൺട്രോൾ ചെയ്യുക, ഡയറക്റ്റ് ചെയ്യുക, പ്ലാൻ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളിൽ അതോറിറ്റി റെസ്പോൺസിബിലിറ്റി ഉള്ള ആളെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? കീ മാനേജ്മെൻറ്റ് പേഴ്സൺ എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലെ മെമ്പേഴ്സ്, ഡയറക്ടേഴ്സൊക്കെ ഈ ഒരു കീ മാനേജ്മെൻറ്റ് പേഴ്സണിൽ പെട്ട ആൾക്കാരാണ്. ഓക്കെ, ഡയറക്ടേഴ്സൊക്കെ അതിൽ ഉൾക്കൊള്ളും. ദെൻ ഇനി റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ്. എന്താണ് റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓക്കെ, റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ റിലേറ്റഡ് പാർട്ടി തമ്മിലുള്ള എന്തെങ്കിലും ഒരു സാധനങ്ങളോ സർവീസുകളോ സോഴ്സുകളോ റിസോഴ്സുകളോ ഒക്കെ എന്ത് ചെയ്യുക? ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് എന്ത് പറഞ്ഞത് നമ്മൾ? റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, റിലേറ്റഡ് പാർട്ടികൾ തമ്മിൽ എന്ത് ചെയ്യുക? ഗുഡ്സോ സർവീസോ എന്തെങ്കിലും കാര്യങ്ങൾ എന്ത് ചെയ്യുക? അല്ലേ, പ്രൈസിനോ അല്ലേ ചാർജ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ചാർജ് ചെയ്യാതെയൊക്കെ എക്സ്ചേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് എന്ത് പറഞ്ഞത് നമ്മൾ? റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ്. അല്ലേ, പർച്ചേസോ സെയിലോ സർവീസ് റെൻഡർ ചെയ്യുക, അതൊക്കെ അതിൻ്റെ എക്സാമ്പിളാണ്. ദെൻ നെക്സ്റ്റ്, ക്ലോസ് മെമ്പർ. ആരാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ക്ലോസ് മെമ്പർ ഉണ്ടല്ലോ, ഫാമിലി മെമ്പർ പറഞ്ഞല്ലേ? എന്താണ് ക്ലോസ് മെമ്പർ? ദോസ് ഫാമിലി മെമ്പേഴ്സ് ഹൂ മേ ബി എക്സ്പെക്റ്റഡ് ടു ഇൻഫ്ലുവൻസ്. അല്ലേ, എന്താണ്? നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന അല്ലേ, നമ്മളെ വീട്ടിലുള്ള മീൻസ് അതാണ് ഫാമിലി മെമ്പേഴ്സ് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ അവർക്ക് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദ പേഴ്സണൽ ചിൽഡ്രൻ അല്ലേ, കുട്ടികളായിരിക്കാം, അല്ലെങ്കിൽ വൈഫായിരിക്കാം, അല്ലെങ്കിൽ ഡൊമസ്റ്റിക് പാർട്ട്ണർ ആയിരിക്കാം, അല്ലെങ്കിൽ അല്ലേ അവിടുന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് അങ്ങോട്ടും ആവാം. ഓക്കെ, അത്തരത്തിലുള്ള ആൾക്കാരൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്ലോസ് മെമ്പർ. അല്ലാതെ ഇനി എന്താണ്? ഡിപ്പെൻഡൻറ്റ് അല്ലേ, ആ ഒരു പേഴ്സണെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാവാം, അല്ലെങ്കിൽ അവരെ അല്ലേ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ആൾ ഇങ്ങോട്ടും ആവാം. ഓക്കെ, അങ്ങനെയുള്ള ആൾക്കാരെയാണ് എന്ത് പറഞ്ഞാൽ നമ്മൾ ക്ലോസ് മെമ്പർ എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള പാരൻസ്, വൈഫ്, അതുപോലെ തന്നെ നമ്മൾ ഡിപ്പെൻഡായിട്ട് നമ്മൾ നിർബന്ധമായിട്ട് ചിലവ് കൊടുക്കുന്ന അല്ലേ ആശ്രയിച്ചിരിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നമ്മൾ വേറെ ആരെങ്കിലും ആശ്രയിച്ചിരിക്കുകയാണെങ്കിൽ അവർക്ക് നമ്മൾ, ആ ഒരു രീതിയിലാണ് എന്ത് പറഞ്ഞത് നമ്മൾ ക്ലോസ് മെമ്പർ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇനി കുറച്ച് ടേംസ് അതിൻ്റെ അണ്ടറിൽ വരാത്ത, റിലേറ്റഡ് പാർട്ടീൻ്റെ അണ്ടറിൽ വരാത്ത കുറച്ച് കാര്യങ്ങളാണ് അല്ലേ. എന്താണ്?
സെയിം ടു എൻറ്റിറ്റീസ് ദാറ്റ് ഹാവ് ഒരേ ഡയറക്ടറുള്ള സെയിം എൻറ്റിറ്റി റിലേറ്റഡ് പാർട്ടീൻ്റെ അണ്ടറിൽ വരില്ല. അതുപോലെ തന്നെ ജോയിൻറ്റ് കൺട്രോൾ എന്താണ് സിംപ്ലി ബിക്കോസ് ദേ ടു ജോയിൻറ്റ് വെഞ്ചർ, രണ്ട് ജോയിൻറ്റ് വെഞ്ചർ എന്താണ് സിംപ്ലി ബിക്കോസ് ദേ ഷെയർ ജോയിൻറ്റ് കൺട്രോൾ ഓഫ് എ ജോയിൻറ്റ് വെഞ്ചർ. ഒരു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ആ ജോയിൻറ്റ് കൺട്രോൾ അവരെന്ത് ചെയ്യാണ് ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഇതിൻ്റെ അണ്ടറിൽ വരില്ല. അതുപോലെ തന്നെ ഫൈനാൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാർ വരില്ല, ട്രേഡ് യൂണിയൻ, പബ്ലിക് യൂട്ടിലിറ്റീസ്, അതുപോലെ തന്നെ ഗവൺമെൻറ് ഏജൻസീസ് കാര്യങ്ങളൊന്നും ഇതിൽ വരില്ല, ഈ ഒരു റിലേറ്റഡ് പാർട്ടിയിൽ വരില്ല. അതുപോലെ തന്നെ കസ്റ്റമർ, സപ്ലയർ, ഫ്രാഞ്ചൈസർ, ഡിസ്ട്രിബ്യൂട്ടർ ഒന്നും ഈ ഒരു റിലേറ്റഡ് പാർട്ടിയിൽ വരില്ല. ഓക്കെ, വിത്ത് സിംപ്ലി ബൈ വെർച്യൂസ് ഓഫ് ദി റിസൾട്ടിങ് എക്കണോമിക് ഡിപ്പെൻഡൻസ്, ഈ കാര്യങ്ങളൊന്നും ഇതിൽ വരില്ല, ഈ ഒരു റിലേറ്റഡ് പാർട്ടിയിൽ വരില്ല. ഓക്കെ, നെക്സ്റ്റ് ഡിസ്ക്ലോസർ. ഇതിൽ കാര്യമായിട്ട് റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് നടത്തുമ്പോൾ ഡിസ്ക്ലോസ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ ആദ്യം പറയുകയാണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പാരൻറ്റ് ആൻഡ് ഇറ്റ് സബ്സിഡറീസ് മസ്റ്റ് ബി ഡിസ്ക്ലോസ്ഡ് ഇറസ്പെക്റ്റീവ് വെദർ ദർ ഹാവ് ബീൻ ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ ദർ നോട്ട്. എന്താണ് ഒരു പാരൻസ് കമ്പനിയും അതുപോലെ തന്നെ സബ്സിഡറി കമ്പനി ട്രാൻസാക്ഷൻസ് ഉണ്ടെങ്കിലും എന്താണ് എല്ലാ ഇൻഫർമേഷൻസും എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ഡിസ്ക്ലോസ് ചെയ്യണം. ഓക്കെ, അതുപോലെ തന്നെ ആൻ എൻറ്റിറ്റി ഷാൾ ഡിസ്ക്ലോസ് ദ നെയിം ഓഫ് പാരൻറ്റ്, ഇറ്റ്സ് പാരൻറ്റ്, ദി അൾട്ടിമേറ്റ് കൺട്രോളിങ് പാർട്ടി. ഇപ്പോൾ ഒരു കമ്പനിയാണെന്നുണ്ടെങ്കിൽ അതിന് പാരൻറ്റ് കമ്പനികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻഫർമേഷൻസ് കൃത്യമായിട്ട് പാരൻറ്റ് കമ്പനീൻ്റെ നെയിം കൃത്യമായിട്ട് ഡിസ്ക്ലോസ് ചെയ്യണം. അതുപോലെ തന്നെ അതിൻ്റെ അണ്ടറിലുണ്ടെങ്കിലും കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ആ ഒരു അൾട്ടിമേറ്റ് കൺട്രോളിങ് പാർട്ടി അവരെ ആരാണോ കൺട്രോൾ ചെയ്യുന്നത് ആ പാർട്ടീൻ്റെ പേര് കൃത്യമായിട്ട് ഡിസ്ക്ലോസ് ചെയ്യണം. ഇനി if neither the entity's parent nor the ultimate controlling party produce consolidated financial statement available for public use, the name of the next most senior parent that does not shall also be disclosed. ഇപ്പോൾ അങ്ങനത്തെ ഒരു പാരൻറ്റ് കമ്പനിയോ അല്ലെങ്കിൽ ഇതൊന്നും ഇല്ലെങ്കിൽ, ഇപ്പോൾ അതുപോലെ തന്നെ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് ഒന്നും ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദ നെയിം ഓഫ് ദി നെക്സ്റ്റ് മോസ്റ്റ് സീനിയർ പാരൻറ്റ് അല്ലേ, എന്താണ് ആ ഒരു ഏറ്റവും മോസ്റ്റ് ആയിട്ടുള്ള സീനിയർ പാരൻറ്റ് കമ്പനീനെ എന്ത് ചെയ്യണം, അവർ ഡിസ്ക്ലോസ് ചെയ്യണം. ഓക്കെ, അത്ര കാര്യങ്ങളാണ് നമുക്കിതിൽ ഡിസ്ക്ലോസറിൽ പറയാനുള്ളത്. ദെൻ അതിൻ്റെ ഡിസ്ക്ലോസറിൽ കൊടുക്കേണ്ട ഐറ്റംസുകൾ ഇതൊക്കെയാണ്. പർച്ചേസ് ഓർ സെയിൽസ് ഓഫ് ഗുഡ്സ്. ഓക്കെ, പർച്ചേസ് ഗുഡ്സും ഗുഡ്സും സർവീസിൻ്റെ പർച്ചേസും സെയിൽസും, അതുപോലെ തന്നെ പ്രോപ്പർട്ടീൻ്റെ പർച്ചേസും സെയിൽസും, അതുപോലെ തന്നെ സർവീസ് റെൻഡർ ചെയ്തതിൻ്റെ കണക്ക്, ലീസ് നടത്തിയതിൻ്റെ, അതുപോലെ തന്നെ ട്രാൻസ്ഫർ ഓഫ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, ട്രാൻസ്ഫർ ഓഫ് അണ്ടർ ലൈസൻസ് അഗ്രിമെൻറ്റ്. കാരണം ആ റിലേറ്റഡ് പാർട്ടിയായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ട്രാൻസാക്ഷൻസ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും എന്ത് ചെയ്യണം, ഡിസ്ക്ലോസ് ചെയ്യണം. ഓക്കെ, ഇത്ര കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്.